ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ ഒരു അവസാനിച്ചില്ല. അതിങ്ങനെ അതിൻ്റെ ഒരു വെടിനിർത്തൽ അല്ല, ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വെടിനിർത്തൽ നിർത്തിയ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയിട്ടില്ല, അത് തുടരും. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ടെററിസം എന്ന് പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടുമോ അന്നേ സിന്ദൂർ അവസാനിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതേമാതിരി അതിൻ്റെ തുടർച്ചയായിട്ട് ഓപ്പറേഷൻ മഹാദേവ് ഉണ്ടായി. മഹാദേവ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മരിച്ച ഭീകരർ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലഷ്കർ ഇ തോയ്ബയുടെ ഒരു സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു, ഉണ്ടായിരുന്നു. അതിലുള്ള 3 പേരാണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാരെയാണ് അവർ കൊന്നത്. അതിൻ്റെ തുടർച്ച ഇപ്പോഴും ആ അഖൽ എന്ന് പറഞ്ഞിട്ടുള്ള വനങ്ങളിൽ ടെററിസ്റ്റ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പോഴും ഓപ്പറേഷൻ അഖൽ എന്ന് പറഞ്ഞിട്ട് അടുത്ത സെറ്റ് തുടങ്ങി. അതിലിപ്പോൾ അറിഞ്ഞിരിക്കുന്നത് ഒട്ടാകെ വെള്ളിയാഴ്ച തുടങ്ങിയ ഓപ്പറേഷൻ ഇന്നിപ്പോൾ 3-ാം ദിവസമായി 6 പേരെ വധിച്ചു എന്നുള്ളതാണ്. അത് ഇങ്ങനെ നമുക്ക് എല്ലാവരും തുടച്ചു നീക്കാൻ പറ്റുമായിരിക്കും അല്ലേ, കശ്മീർ താഴ്വരയിൽ നിന്ന്? അതെ, ഇത് സത്യത്തിൽ ഒരു അപ്രഖ്യാപിത യുദ്ധമാണ്. ഇത് ഇന്ത്യൻ സൈന്യവും ഈ നുഴഞ്ഞു കയറുന്ന പാക് ഭീകരരുമായിട്ട് തുടരുന്ന ഒരു അപ്രഖ്യാപിത യുദ്ധമാണ്. യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷെ അത് യുദ്ധമാണ്. അതുകൊണ്ടാണ് ഈ കാശ്മീരിൽ സൈന്യത്തിന് പ്രത്യേക അധികാരങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ, അതിനെ തുടർന്ന് ഓപ്പറേഷൻ മഹാദേവ, ഇപ്പോൾ ഇതാ ഓപ്പറേഷൻ അഖൽ. ഈ പറഞ്ഞതുപോലെ അഖൽ വനങ്ങളിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഇന്ത്യൻ സേന അവിടെ തിരച്ചിൽ ആരംഭിച്ചു. അപ്പോൾ അത് ഇന്ത്യൻ സേന മാത്രമല്ല, കാശ്മീർ പോലീസ് ഉണ്ട്, ഈ പാരാമിലിറ്ററി ഫോഴ്സസ് ഉണ്ട്, കമാൻഡോകളുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് ഒരു സംയുക്ത സൈനിക നീക്കമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. CRPF ഉണ്ട്. അങ്ങനെ ആ വനത്തിനുള്ളിൽ തിരഞ്ഞു ചെല്ലുമ്പോഴാണ് സൈന്യത്തിന് നേരെ വെടി ഉതിർക്കുന്നത്. സൈന്യം തിരിച്ചടിച്ചു. ഇപ്പോൾ 3 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ, ഈ കൊല്ലപ്പെട്ട ആൾക്കാരുടെയൊക്കെ വിശദാംശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ ഓപ്പറേഷൻ മഹാദേവ, അതായത് മഹാദേവ കുന്നുകളിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന് സൈന്യം കൃത്യമായിട്ട് മനസ്സിലാക്കി. അതെങ്ങനെയെന്ന് വെച്ചാൽ ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണുകളുടെ സിഗ്നലുകൾ പിടിച്ചെടുത്താണ് അതിൽ നിന്ന് ചില ആൾക്കാർ ഈ മേഖലയിൽ, അതൊരു വനമേഖലയാണ്, കൊടുംവനമാണ്, അവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് സൈന്യം കഴിഞ്ഞ ദിവസം അവിടെ പരിശോധനയ്ക്ക് തെരച്ചിലിന് ചെല്ലുന്നതും ഇവരെ കിട്ടുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് സുലൈമാൻ ഷാ ഉണ്ട്. ഈ സുലൈമാൻ ഷായാണ് പെഹൽഗാം അറ്റാക്ക് ആസൂത്രണം ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും നടപ്പാക്കുന്നതും. നേരിട്ട് വന്ന് നടത്തുകയായിരുന്നു. എന്നിട്ടാണ് അയാൾ ഒളിച്ചത്. അയാളുടെ കൂട്ടാളി ജിബ്രാൻ എന്ന് പറഞ്ഞ ആളും എന്ന ഭീകരനെയും വധിച്ചിട്ടുണ്ട് സൈന്യം. അപ്പോൾ അതിൽ ഈ ജിബ്രാൻ നേരത്തെ 2024 നമ്മുടെ ടണൽ അറ്റാക്ക് നടന്നു. അവിടെ ഈ കാശ്മീരിലേക്ക് നമ്മളൊരു തുരങ്കപാത നിർമ്മിക്കുന്നുണ്ട്. അവിടെ 6 തൊഴിലാളികളെയാണ്, എഞ്ചിനീയർ അടക്കം 6 തൊഴിലാളികളെ അവർ വന്ന് കൊലപ്പെടുത്തി. നിരവധി പേർക്ക് പരിക്കേറ്റു. അതിൽ ഉൾപ്പെട്ടയാളാണ് ഈ ജിബ്രാൻ. അതിന് നേതൃത്വം കൊടുത്ത, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തയാളാണ്. ആ ഓപ്പറേഷനിൽ പങ്കെടുത്ത് നിരപരാധികളായ തൊഴിലാളികളെ കൊലപ്പെടുത്തിയ ആളാണ്. ആ ജിബ്രാനും ഏറ്റുമുട്ടലിൽ വധിച്ചു. വേറൊരു 3-മനൊരാൾ പഹൽഗാം അറ്റാക്കിൽ തന്നെ പങ്കെടുത്ത ഒരു 3-മനും അവിടെ കൊല്ലപ്പെട്ടു. അതിനുശേഷം സൈന്യം വധിച്ചു. അതിനുശേഷം ഇപ്പോഴിതാ ഈ ഓപ്പറേഷൻ അഖൽ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് മുന്നോട്ട് പോവാണ്. അവിടെ 3 പേര് സൈന്യം ഫിനിഷ് ചെയ്തു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇത് ഇവിടെ എങ്ങും അവസാനിക്കില്ല. വളരെ കൃത്യമായിട്ട് ഇത് ഈ നമ്മുടെ ഭൂമി ഈ 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ കാശ്മീരുമായി ബന്ധപ്പെട്ട് കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാതെ നിന്ന, സ്വതന്ത്രമായി നിന്ന സമയത്ത് ഉണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്നാണ് ഈ ഒരു ഭാഗം പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറഞ്ഞ് പാകിസ്ഥാന്റെ കയ്യിൽ പെട്ടുപോയത്. വാസ്തവത്തിൽ ആ ഭൂമി നമുക്ക് അവകാശപ്പെട്ടതാണ്. കാശ്മീർ രാജാവ് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുമ്പോൾ ഈ കാശ്മീരിന്റെ അതിർത്തി നിർണ്ണയിക്കുന്ന, പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട അതിർത്തി നിർണ്ണയിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കുറെ ഭൂമി ഇവർ കയ്യേറിയത്. ശരിക്കും പറഞ്ഞാൽ അത് കയ്യേറ്റമാണ്, കയ്യൂക്ക് കാണിച്ച്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അന്ന് വലിയ നമുക്ക് സൈന്യം വേണ്ട എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ് അന്ന് രാജ്യം ഭരിച്ചിരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമാണ് ഇത്തരം കുഴപ്പങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും, അതിൻ്റെ ദുരിതം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന് തീർച്ചയാണ്.
അങ്ങനെ അന്നത് ഒരു നീറുന്ന പ്രശ്നമായിട്ട് അവിടെ നിന്നു. അത് 80കളായപ്പോൾ ആളി കത്താൻ തുടങ്ങി. അങ്ങനെയാണ് 89 വലിയ തോതിൽ ഈ ഭീകരാക്രമണം അവിടെ ഉണ്ടാകുകയും കാശ്മീരി പണ്ഡിറ്റുകൾ, ഹിന്ദുക്കളായ കാശ്മീരി പണ്ഡിറ്റുകൾ താഴ്വര വിട്ട് ഓടുകയും ചെയ്തത്. അല്ലെ, ഭൂമിയിലെ പർദീസ എന്നറിയപ്പെടുന്ന കാശ്മീരും ശ്രീനഗറും ഒക്കെ വിട്ട് അവർ ഓടി ഇങ്ങ് ഡൽഹിയിൽ വന്ന് ലക്ഷക്കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകൾ തെരുവോരങ്ങളിൽ തമ്പടിക്കേണ്ട അവസ്ഥ വന്നു. അല്ലെ, സ്ത്രീകളും കുട്ടികളും. അപ്പോൾ ഇത് ഇപ്പോഴാണ് ഈ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞ് കാശ്മീരിൽ ഒരു സമാധാന അന്തരീക്ഷം തിരികെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചത്. ഇനിയിപ്പോൾ അവിടെ നുള്ളിപ്പിറക്കി അതിനകത്ത് ഒളിച്ചിരിക്കുന്ന സകലമാന പാക് നുഴഞ്ഞുകയറ്റക്കാരായ പാക് ഭീകരന്മാരെയും സൈന്യം വധിക്കും, അല്ലെങ്കിൽ പിടികൂടും. പക്ഷെ ഇതൊരു ഓൺഗോയിങ് പ്രോസസ് അല്ലേ? അതെ, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിവിടെ തീരില്ല എന്ന് മാത്രമല്ല, ഇത് അവസാനിക്കണമെങ്കിൽ ഈ POK വെടിപ്പാക്കണം. POKയെ ഇന്ത്യയുടെ ഭാഗമാക്കണം. ഇപ്പോൾ POKയിൽ അതിനുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് ഈ പാകിസ്ഥാന്റെ ഇടപെടൽ അവർക്ക് മതിയായി. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന പല പ്രക്ഷോഭങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. സമാധാനത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനത അവിടെ ഉണ്ട്. ആ ജനസമൂഹം ഈ പാകിസ്ഥാനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലാണ് ഭീകര ക്യാമ്പുകൾ. അപ്പൊ പാകിസ്ഥാനോട് ചോദിച്ചാൽ പാകിസ്ഥാൻ പറയും അത് ഞങ്ങളെ കയ്യിലിരിക്കുന്ന സ്ഥലമല്ല, അത് ഇന്ത്യ ഗവൺമെന്റുമായിട്ട് തർക്കത്തിലിരിക്കുന്ന സ്ഥലമാണ്, അവിടുത്തുകാർ ഇന്ത്യ ഗവൺമെന്റിനെതിരെ ചെയ്യുന്ന യുദ്ധമാണ്, ഞങ്ങൾക്ക് അതിനകത്ത് പങ്കൊന്നുമില്ല. ഇതാണ് പാകിസ്ഥാൻ നിരന്തരം പറയുന്ന ന്യായം. അവർക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റേറ്റ് വേണമെന്ന് പറയുന്ന ആൾക്കാരാണ്. അതെ, അവര് പറയുന്നത് ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരും കൂടെ ചേർത്ത് ഒരു സ്വതന്ത്ര രാജ്യമാക്കി കൊടുക്കണം, കാശ്മീരികളുടെ സ്വാതന്ത്ര്യ സമരമാണിതെന്നാണ് പാകിസ്ഥാന്റെ ഭാഷ. പക്ഷേ അതൊക്കെ തേഞ്ഞു പഴകിയ ക്ലീഷേ ആണ്, അതൊക്കെ പഴങ്കഥകളാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെ നമുക്ക് ആത്യന്തികമായിട്ടും നമുക്കവിടെ കാശ്മീരിൽ സമാധാനം തിരികെ കൊണ്ടുവരണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ നിന്ന് പാകിസ്ഥാനെ സമ്പൂർണ്ണമായിട്ടും പുറത്താക്കി അത് കാശ്മീരിനോടൊപ്പം ചേർക്കണം. കാശ്മീരിനോടൊപ്പം ചേർത്ത് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും ഇന്ത്യയുടെ നിയമങ്ങളും ഒക്കെ അവിടെ നടപ്പാകണം. അങ്ങനെ നടപ്പായി കഴിയുമ്പോൾ മാത്രമേ ഈ കാശ്മീരിലേക്കുള്ള നുഴഞ്ഞുകയറ്റം എന്നേക്കുമായിട്ട് അവസാനിക്കുകയുള്ളൂ. കാശ്മീരിലെ അശാന്തി എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ അങ്ങനെയാണെങ്കിലേ സാധിക്കുകയുള്ളൂ. ഇത് മറ്റാരെക്കാളും നന്നായിട്ട് ഇന്ത്യ ഗവൺമെന്റിന് അറിയാം, ഇന്ത്യൻ സൈന്യത്തിന് അറിയാം. ഒരു രക്തരൂക്ഷിതമായ ഒരു ഓപ്പറേഷനിലൂടെ അത് ചെയ്യുന്നതിന് പകരം പതുക്കെ സമാധാനമായിട്ട് ഇത് ചെയ്ത് നമ്മളിപ്പോൾ തന്നെ നമുക്കറിയാം ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ പ്രവർത്തിച്ചിരുന്ന നിരവധി ഭീകര പരിശീലന കേന്ദ്രങ്ങളുണ്ട്. പല ഘട്ടത്തിലും നമ്മളത് തകർത്തു. പട്ടാൻകോട്ടിൽ ആക്രമണം ഉണ്ടായി, നമ്മുടെ സൈനിക താവളം ആക്രമിച്ചു, നമ്മൾ തിരിച്ചടിച്ചത് ഉറിയില്ല. അതുപോലെ പുൽവാമയിൽ സൈനികർ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തെ ആക്രമിച്ചു, നമ്മൾ തിരിച്ച് ബലാക്കോട്ടിൽ എയർ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി തിരിച്ചടിച്ചു. ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂർ. 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളാണ് പാക് അതിർത്തിയിൽ പ്രവർത്തിച്ചിരുന്ന 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളെയാണ് നമ്മൾ മുച്ചൂട് നശിപ്പിച്ചു കളഞ്ഞത്. ഇനിയിപ്പോ ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിനെ കൂടി വെടിപ്പാക്കി വൃത്തിയാക്കി എടുത്താൽ എന്നേക്കുമായിട്ട് ഈ ശല്യം അവസാനിക്കും. ഇല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ഓപ്പറേഷൻ മഹാദേവ നമ്മൾ വിജയിച്ചു. ഓപ്പറേഷൻ അഖൽ പുരോഗമിക്കുന്നു. നമ്മൾ പോയിടത്തോളം വിജയിച്ചിട്ടുണ്ട്. അത് ഇനിയും ബാക്കി അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് അതിൻ്റെ എല്ലാ വിവരങ്ങളും പുറത്തു വരികയുള്ളൂ. അപ്പോൾ ഓപ്പറേഷൻ അഖൽ കൊണ്ട് അവസാനിക്കില്ല. POK ഓപ്പറേഷൻ POK എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം. അത് POK എന്നാണോ സമ്പൂർണ്ണമായിട്ടും നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്നത്, നമ്മുടെ ഭൂമിയായി മാറുന്നത്, നമ്മുടെ നിയമവാഴ്ച, നമ്മുടെ ഭരണഘടന ഒക്കെ അവിടെ പ്രാവർത്തികമാകുന്നത്, അന്നേ ഈ കാശ്മീർ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. സമ്പൂർണ്ണമായിട്ടും പാക്കികളെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം. അതല്ലാതെ മറ്റു വഴികളൊന്നുമില്ല.